ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് തലശ്ശേരി കടൽപ്പാലം പോയാലോ? അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോവാണ്. പകുതി വെച്ചിട്ട് അമ്മയും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെന്തെല്ലോ ഇവിടെ കിടന്ന് പറയുന്നുണ്ട്. ഒന്നാമത് ലിയോനെ ഞാൻ അടക്കി ഇരുത്തേണ്ട തിരക്കിലാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങ് കടൽപ്പാലം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കടൽപ്പാലം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു പാലം ഏതാണെന്ന് എവിടെയെങ്കിലും നില കണ്ടുപരിചയം? നമ്മുടെ തൊട്ടത്തിന്മറയത്ത് അധികവും ഷൂട്ട് ചെയ്തത് തലശ്ശേരി വെച്ചാണെന്നറിയാലോ. അപ്പോൾ അവിടെ അവസാന സീൻ നമ്മുടെ ഐഷുക്കുട്ടീനെ കാത്തിക്കുന്ന നിവിൻ പോളിനെ ആ ഒരു സീനില്ലേ, ആ ഒരു സീനിലെ പാലമാണ് ഇത്. ഇപ്പോൾ അവിടെ അലോഡല്ല. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും കടന്ന് ആരും അപ്പുറം പോകാറില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന പോലത്തെ സംവിധാനങ്ങളില്ലേ, അതൊന്നും ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫുട് ബാത്തൊക്കെ ആയി കുറച്ച് ഡെവലപ്മെൻ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഒന്നാമത് നമ്മൾ ഇറങ്ങിയത് ലേറ്റ് ആയിട്ടാണ്, 6 മണിയെല്ലാം കഴിഞ്ഞ്. ഇപ്പോൾ സമയം തന്നെ 6:30 അതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരുടാവും. എന്തായാലും പോയിട്ടും വലിയ കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മളിവിടെ തന്നെ നിന്നത്. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ വേറൊരു ജില്ലക്കാർക്ക് ഇവിടെ വന്നിട്ട് ഇതെല്ലാം കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പണ്ടത്തെ തറവാടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ തലശ്ശേരി, അങ്ങനെ കണ്ണൂർ ഇങ്ങോട്ടൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എൻ്റെ നാട് കൊല്ലമാണ്. അങ്ങോട്ടൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലം, ആ ഒരു സീന് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മളിതാ നടന്ന് ചായ കുടിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഒരു അസ്തമ സമയത്തായതുകൊണ്ട് തന്നെ നമുക്കധികം വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവായിരിക്കും, എനിക്കറിയാം. എങ്കിലും ഞാൻ പരമാവധി ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്, ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ചായപ്പീടിയ, അവിടത്തേക്കാണ് നമ്മളിതാ പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നിരാശയായിരുന്നു. കാരണം നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ചായക്കടയെല്ലാം ഫുള്ളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ ഭാഗത്ത് അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും, എങ്കിലും നിന്നിട്ടാലും എല്ലാവരും ചായ കുടിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഷോപ്പിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇവിടെയും ചായക്കടയൊന്നും കുറഞ്ഞിട്ടില്ല ഭാഗ്യത്തിന്. പക്ഷേ അത്യാവശ്യം വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അധികവും തലശ്ശേരിക്കാരുടെ സ്പെഷ്യലാണ് ചായക്കടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേ വെറൈറ്റി ഐറ്റങ്ങളുണ്ട് നമ്മുടെ തലശ്ശേരിക്കാർക്ക്. അപ്പോൾ നമ്മളിത് ഇതുപോലത്തെ മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്നതും വാങ്ങിച്ചു, ബ്രെഡ് പോക്കറ്റ് വാങ്ങിച്ചു, കട്ട്ലേറ്റ്, പിന്നെ അങ്ങനത്തെ 2-3 സാധനങ്ങൾ വാങ്ങിച്ചിട്ട്, പിന്നെ മാംഗോ ഷേക്ക് അതെല്ലാം കുടിച്ച്, ചായ കുടിച്ച്, എന്തൊക്കെയോ മിക്സാക്കി വയറ്റിന് കുടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ മോമോസിൻ്റെ ഒരു പീടിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ പറഞ്ഞു, നീ മോമോസ് കഴിക്കണമെന്ന് എപ്പോഴും പറയത്തില്ലേ, നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഓർഡർ കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും വീഡിയോസ് കാണുമ്പോൾ വിചാരിക്കും എന്തായാലും ഒന്ന് കഴിക്കണമെന്ന്. സംഭവം എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചിട്ട് പറയാം. അപ്പോൾ ലിയോനെന്താ അവിടെ ഒരു ഫോണും കൊടുത്ത് ഒരു സ്കൂട്ടിൻ്റെ മേലെ ഇരുത്തിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ കാർ, ആ ചുവപ്പ് കാറില്ലേ, അതാണ് നമ്മുടെ കാർ. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അയ്യോ, ഇത്രയും അടുത്ത് കിടന്നിട്ട് നമ്മൾ കാറിനകത്തിരിക്കാണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവന്മാരെ പിടിച്ചിരുത്തുന്നത് ഭയങ്കര കഷ്ടമാണ്. പക്ഷേ ആ കാറിൻ്റെ ആരും നമ്മൾ ശ്രദ്ധിച്ചതുമില്ല. ആരുടെയോ സ്കൂട്ടിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓർഡർ വരുന്നതിന് ഒരു തൊട്ട് മുന്നേ ആ ഉടമസ്ഥ വന്ന് നമ്മളെ പുറത്താക്കിയതല്ല കേട്ടോ. വണ്ടി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മാറിക്കൊടുത്താണ് കേട്ടോ. പിന്നെ നമ്മുടെ സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് കാണാൻ നല്ല രസമില്ലേ? അപ്പം നമ്മൾ വണ്ടിയിലിരുന്നിട്ട് സമാധാനമായി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കഴിച്ചു. എന്ത് ടേസ്റ്റ് ആട്ടോ. എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, അടിപൊളിയാണ് കഴിച്ചു. അപ്പോൾ ഇനിയും കഴിക്കണം എന്നുള്ള ത്വര എനിക്കുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ കഴിക്കും. സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. അത് ചിലപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കാം. അതൊക്കെ പോകെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ. ബൈ.